പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാധ്വനി നന്ദിപൂർവ്വം 25-ാം വർഷത്തിലെ പ്രാർത്ഥനകൾക്കായി താങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഗുജറാത്ത് സ്റ്റേറ്റിൽ ജാംനഗർ എന്ന പട്ടണത്തിൽ നിന്നും പാസ്റ്റർ ബെൻസൺ ഡാനിയലിന് ദൈവം കൊടുത്ത ദർശനപ്രകാരം 2000 ഒക്ടോബർ മാസം 50 പേരിൽ ആരംഭിച്ച ഒരു കയ്യെഴുത്ത് പ്രതിയാണ് പ്രാർത്ഥനാധ്വനി. ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 15,000-ൽ അധികം പേർ ഈ പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പിൽ പങ്കാളികളായിട്ടുണ്ട്. 2014 പ്രാർത്ഥനാധ്വനിക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ RNA അംഗീകാരം ലഭിച്ചു. ഇതിൻ്റെ ആരംഭ സമയങ്ങളിൽ ശക്തമായ എതിർപ്പുകളും വിമർശനങ്ങളും ആഞ്ഞടിച്ചുവെങ്കിലും ദൈവം തന്ന ദർശനപ്രകാരം മുന്നോട്ട് പോയി. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായി അനേക പ്രാർത്ഥനാ വിഷയങ്ങളാണ് പ്രാർത്ഥനാധ്വനിയിൽ വരുന്നത്. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനാധ്വനിയുടെ 15ഓളം വാട്സപ്പ് പ്രെയർ ഗ്രൂപ്പുകളിലും മറ്റ് 100ഓളം പ്രെയർ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക്, യൂട്യൂബ്, സോഷ്യൽ മീഡിയകളിലും പ്രാർത്ഥനാധ്വനി മാസികയിലും ഷെയർ ചെയ്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി അനേകം ആയിരങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാധ്വനിയിലൂടെ അനേകർ യേശുവിനെ അറിയുവാനും യേശുവിങ്കിൽ നിന്നും വിടുതൽ അനുഭവിക്കാനും ഇടയാകുന്നു. ഭവനങ്ങളിൽ പോസ്റ്റൽ വഴി നേരിട്ട് മാസിക എത്തിക്കുകയും ഓൺലൈൻ വഴി പ്രാർത്ഥനാധ്വനി വായിപ്പാനുള്ള സൗകര്യവുമുണ്ട്. പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ദൈവവചനം സംസാരിക്കുകയും ആത്മീയ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നവരെ ചെറിയ രീതിയിൽ കൈത്താങ്ങുവാനും സമൂഹത്തിൽ നിരാശയിലും നിർദ്ദയവുമായ 100-ൽ അധികം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായവും പഠനോപകരണങ്ങൾ നൽകുവാനും വിധവാ സഹായം, വസ്ത്രസമാഹാരം, വിവാഹ സഹായം എന്നീ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും പ്രാർത്ഥനാധ്വനിയുടെ വിവിധ ചാപ്റ്ററുകളുടെ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ദൈവം സഹായിച്ചു. ലോകത്തിൻ്റെ 15ഓളം രാജ്യങ്ങളിൽ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനം പ്രാർത്ഥനാധ്വനി മാനേജിംഗ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്നു. ചെയർമാൻ, വൈസ് ചെയർമാൻ, കോർഡിനേറ്റേഴ്സ്, പ്രെയർ കോർഡിനേറ്റേഴ്സ്, മിഷൻ കോർഡിനേറ്റേഴ്സ്, മീഡിയ കോർഡിനേറ്റേഴ്സ്, സബ് എഡിറ്റേഴ്സ്, സീനിയേഴ്സ് എന്നീ നിലകളിൽ പ്രാർത്ഥനാധ്വനിയുടെ വിവിധ രാജ്യങ്ങളിലെ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രാർത്ഥനാധ്വനിയുടെ ജനറൽ കോർഡിനേറ്ററായി ഇവാഞ്ചലിസ്റ്റ് സാജൻ ജോർജ് പ്രവർത്തിക്കുന്നു. 15ഓളം രാജ്യങ്ങളിൽ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനം അനുഗ്രഹമായി നടക്കുന്നു. വിവിധ ചാപ്റ്ററുകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം, ബൈബിൾ ക്വിസ്, ഫാമിലി സെമിനാർ, കൺവെൻഷൻ, മ്യൂസിക് പ്രോഗ്രാം, VBS, ഹോസ്പിറ്റൽ സന്ദർശനം എന്നിവ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാധ്വനി വിമൺ പ്രെയർ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനേക സഹോദരിമാർ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ തലമുറകൾക്കായും നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. 2019 ഒക്ടോബർ 30-ന് പ്രാർത്ഥനാധ്വനി ബഹ്റിൻ ചാപ്റ്ററിന് തുടക്കം കുറിച്ചു. 2021 മാർച്ച് 26-ന് പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്ററിന് ആരംഭമായി. 2021 ജൂൺ 4-ന് പ്രാർത്ഥനാധ്വനി കുവൈറ്റ് ചാപ്റ്ററിന് തുടക്കം കുറിച്ചു. 2021 ജൂൺ 30-ന് പ്രാർത്ഥനാധ്വനി UK അയർലൻഡ് ചാപ്റ്ററിന് പ്രാരംഭമായി. 2021 ഓഗസ്റ്റ് 21-ന് പ്രാർത്ഥനാധ്വനി UAE ചാപ്റ്ററിന് തുടക്കം കുറിച്ചു. 2022 ജാനുവരി 10-ന് പ്രാർത്ഥനാധ്വനി ഡൽഹി UP ചാപ്റ്ററിന് ആരംഭമായി. 2022 ജൂലൈ 16-ന് പ്രാർത്ഥനാധ്വനി സൗദി അറേബ്യ ചാപ്റ്ററിന് ആരംഭമായി. 2023 നവംബർ 6-ന് പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്ററിന് തുടക്കം കുറിച്ചു. കേരളത്തിലെ 14ഓളം ഡിസ്ട്രിക്റ്റുകളിൽ പ്രാർത്ഥനാധ്വനിയുടെ യൂണിറ്റുകൾ തുടങ്ങുവാനുള്ള ക്രമീകരണം നടന്നു വരുന്നു. ഇപ്പോൾ എറണാകുളം, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, ഇളമ്പള്ളിക്ക് എന്നിവിടങ്ങളിൽ പ്രാർത്ഥനാധ്വനിയുടെ യൂണിറ്റുകൾ നടക്കുന്നു. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും തളർന്നു പോകാഞ്ഞത് ദൈവത്തിൻ്റെ മഹാകൃപയും അനേക ദൈവദാസന്മാരുടെ ദൈവമക്കളുടെയും കൂട്ടായ പ്രാർത്ഥനയും
പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് 2024 ഒക്ടോബർ മാസം പ്രാർത്ഥനാധ്വനി 25-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഏവരെയും അറിയിക്കുന്നു. 2024 ഒക്ടോബർ 21, 22, 23 തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാധ്വനി അന്തർദേശീയ വെർച്വൽ കൺവെൻഷൻ പ്രാർത്ഥനാധ്വനി ഇന്റർനാഷണൽ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്യുന്നതും അനുഗ്രഹീത ദൈവവചന പ്രഭാഷകരായ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, ഡോക്ടർ TM ജോയൽ, പാസ്റ്റർ ജോയി പാറയ്ക്കൽ എന്നീ ദേവദാസന്മാർ ദൈവവചന ശുശ്രൂഷിക്കുന്നതും പ്രാർത്ഥനാധ്വനി കേരള, ഡൽഹി, UP, ഖത്തർ സിംഗേഴ്സ് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നതാണ്. ഈ കൺവെൻഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം.